പത്തരമാറ്റ് സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന ഓഫീസിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്ക് പവിത്ര, ഇതിൽ കുറച്ച് കറക്ഷൻസ് ചെയ്താൽ നന്നായിരിക്കുമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ മാഡം, കറക്ഷൻസ് നന്നായിരിക്കും എന്ന് പറയണേ. അങ്ങനെ എന്തൊക്കെയോ കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് മാഡം, പറയാതിരിക്കാൻ വയ്യാട്ടോ. മാഡം ഭയങ്കര ജീനിയസ് ആണെന്ന് പറയണേ. അയ്യോ, രാവിലെ തന്നെ തുടങ്ങല്ല എന്നെ പൊക്കാനെന്ന് പറയാണ്. ഇത് കേട്ടും കൊണ്ടാണ് അനി അങ്ങോട്ട് ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. എന്താ അനിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടത്തി, എപ്പോഴും കിച്ചണിൽ വേർതിരിക്കും, മുഖത്താണെങ്കിൽ അവിടെ ഇവിടെയും കറിയുടെ പൊടിയും അതോ ഇതൊക്കെ ഉണ്ടാകും, ഇതൊന്നും നോക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അതെല്ലാം വിട്ടിട്ട് ഓഫീസിൽ വന്നിട്ട് നല്ല പോലെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നവ്യടത്തി സൂപ്പർ ഡിസിഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എനിക്കിതുവരെയും ഇങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഒരുപാട് ഗിൽട്ടി ആയിരിക്കുന്നു. അനിയ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയാണേ. ശരി ശരി, ഏട്ടത്തിയുടെ വർക്ക് നടക്കട്ടെ എന്ന് പറയാണേ. അപ്പോഴാണ് ആദർശ് ക്യാബിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശരി ശരി ഞാൻ വരുവാണ്, അതുവരെ നീ മാനേജ് ചെയ്യ്, ഇനി കുറച്ച് നേരത്തെ ഉള്ളിൽ ഞാൻ അങ്ങെത്തും. അങ്ങനെ നമ്മുടെ അനി ആദർശിനെ കാണുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. പവിത്ര, മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്തേക്ക്, എനിക്ക് അർജന്റായിട്ടൊന്ന് പുറത്ത് പോകണോ എന്ന് പറഞ്ഞിട്ട് ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ ആദർശ് അവിടുന്ന് പോകുന്നത്. ആദർശ് അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം വാ ഡിസൈൻ നോക്കാം എന്ന് പവിത്രയുടെ അടുത്ത് പറയണേ. പക്ഷെ അനി ഏട്ടത്തി പെട്ടെന്ന് വാ നമുക്ക് പോയി നോക്കാം എന്ന് പറയണേ. എങ്ങോട്ടാ അനി, വാ വാ വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചോണ്ട് പോവാണേ. അങ്ങനെ അനിയെ പിടിച്ചു നിർത്തിയിട്ട് അതൊന്നും വേണ്ട അനി എന്ന് പറയണേ. ആദർശിന്റെ പുറകെ പോവാനാണ് അനി ഉദ്ദേശിച്ചത്. ഏട്ടത്തിയുടെ ജീവിതത്തിൽ മറ്റൊരാൾ കയറി ഇടപെടരുത്, അത് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. വാ ഏട്ടത്തി. ഏട്ടന്റെ മുഖമേ ശരിയല്ല, എനിക്ക് തോന്നുന്നു അവര് ശ്വേതയെ കാണാൻ വേണ്ടി തന്നെയാണ് പോകുന്നതെന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ നവ്യേട്ടത്തിയുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവര് പറഞ്ഞത് ഏട്ടത്തെയും കൂട്ടിയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണ്ട അനി, ഞാൻ പറയുന്നത് നീ കേക്ക്, അവര് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അത് മാത്രമല്ല അനി, എനിക്ക് ആദർശേട്ടന്റെ മേലെ അങ്ങനത്തെ ഒരു ഡൗട്ടും ഇല്ല. അയ്യോ ഏട്ടത്തി, ഇങ്ങനെ ഓരോരോ ഞൊണ്ടിനായം പറഞ്ഞിട്ട് അവസാനം സങ്കടപ്പെടുന്ന അവസ്ഥ വരരുത്. ഇത് കേൾക്കുമ്പോൾ നയന വയ്ക്കുന്നുണ്ട്, എന്താ അനി നീ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കുന്നത്? വാ ഏട്ടത്തി, നവ്യേട്ടത്തി അങ്ങനെ കാരണമൊന്നുമില്ലാതെ പറയില്ല, വാ ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിളിക്കാണ് കേട്ടോ. വീണ്ടും ദൈവം എഴുതിട്ട് ഏട്ടത്തി വാ, ഞാൻ ഏട്ടത്തിക്ക് വേണ്ടിയിട്ടാ പറയുന്നത്, വാ വാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ അനി പുറത്തേക്ക് വരുമ്പോഴേക്കും ആദർശ് കാറിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. പുറകെ തന്നെ നയനും എത്തുന്നുണ്ട്. അനി ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറയുമ്പോൾ ഒന്നും പറയേണ്ട ഏട്ടത്തി വാ ഞാൻ കാർ എടുക്കാം എന്ന് പറഞ്ഞിട്ട് കാർ എടുക്കാണ് പോയിട്ട്. അങ്ങനെ അനിയുടെ കൂടെ നയനയും കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഭയങ്കര സ്പീഡിലാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അതിന്റെ പുറകെ തന്നെ അനിയും ഉണ്ട്. അനിയുടെ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നയന മനസ്സ് വിചാരിക്കുന്നുണ്ട്, ദൈവമേ ഒരിക്കലും തെറ്റായിട്ടൊന്നും നടക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് നയന അനിയുടെ അടുത്ത് പറയുന്നുണ്ട്, അനി ആദർശേട്ടനെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ തെറ്റാകും, അതുകൊണ്ട് നമുക്ക് പോകണ്ട അനി എന്ന് പറയുമ്പോൾ ഏട്ടത്തിക്ക് ഒന്നും അറിയില്ല, ഏട്ടത്തി മിണ്ടാതിരിക്കേ. ആദർശ് ഭയങ്കര സ്പീഡിൽ പോകുന്നത് കണ്ടിട്ട് നയന ചോദിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ആദർശേട്ടൻ ഇത്രയും സ്പീഡിൽ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടോ. അങ്ങനെ ശ്വേതയുടെ വീടിന് മുമ്പിൽ കാറ് നിർത്താണ്. അതിന് തൊട്ട് പുറകിലായിട്ട് കുറച്ച് മാറിയിട്ടാണ് അനിയും അതുപോലെ നയനയും കൂടി കാർ നിർത്തിയിട്ട് ഇറങ്ങുന്നത്. കാറിന്ന് പുറത്തിറങ്ങിയ ഷാനി പറയുന്നുണ്ട്, വാ ഏട്ടത്തി നമുക്ക് പോയി നോക്കാം എന്നുള്ള കാര്യം. ഉള്ളിലേക്കോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട അനി, വാ ഏട്ടത്തി, ഇത്രയും മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഏട്ടന് ഇവിടെ എന്താ പരിപാടി, വാ നമുക്ക് പോയിട്ട് നോക്കണം, വാ ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അനി മുന്നിൽ നടക്കുകയാണ് കേട്ടോ. അപ്പോഴും നയന പ്രാർത്ഥിക്കുന്നത്, ദൈവമേ തെറ്റായിട്ടൊന്നും സംഭവിക്കരുത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അങ്ങനെ ആദർശ് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ശ്വേതയും ശ്വേതയുടെ ഹസ്ബൻഡും തമ്മിലാണ് കേട്ടോ പ്രശ്നം. നിന്നെ ഞാൻ കൊല്ലു എന്നുള്ള കാര്യം പറയുമ്പോൾ ആഹാ നീ കൊല്ലുവോ എന്നാ ഒന്ന് കാണില്ലോട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്വേത അവന്റെ നേരെ തിരിയാണേ. അപ്പോഴേക്കും ശ്വേതന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നുണ്ട് അവൻ. അതേ സമയമാണ് ആദർശ് ഉള്ളിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് കഴുത്തുനിന്ന് കൈയെടുക്കുകയാണ് ആദർശിനെ കാണുമ്പോൾ. ദേ വന്നല്ലോ ആള്. ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, വെളി പോടാ, കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് എന്തിനാണ് അവിടെ, നീ എന്തിനാണ് ഇവിടെ കയറി വന്നത്? ഓഹോ, അപ്പൊ നീ വരുന്ന സമയത്ത് ഞാൻ പുറത്തു പോണോ? മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയുന്നു. ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയണേ, നിങ്ങൾ രണ്ടുപേരും മോശമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഞാൻ മോശമായിട്ട് സംസാരിക്കുന്നത്. മറ്റൊരാളുടെ ഭാര്യയുടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് നിനക്കൊന്നും തീരെ ഉളുപ്പ് പോലും ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എന്താണ് നീ പറയുന്നത്? സ്വന്തം ഭാര്യയെ മറ്റൊരുത്തന്റെ കൂടെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് നിനക്കൊന്നും ഒരു ഒട്ടും ഉളുപ്പില്ലെന്ന് ചോദിക്കുകയാണ് ആദർശ് തിരിച്ച്. നീയൊക്കെ ഒരാണാണോടാ, നിന്നെ എന്ന് പറഞ്ഞിട്ട് അവന്റെ
ഷർട്ടിൽ കയറി പിടിക്കുകയാണ് കേട്ടോ ആദർശ്. ആ സമയത്ത് ശ്വേത പറയുന്നുണ്ട് ആദർശ് വിട്ടേക്ക്, അവൻ പൊക്കോട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ ആദർശ് കൈയെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് പറയുന്നത് ഓഹോ അപ്പൊ ഞാനാണല്ലേ, നിനക്ക് പറ്റിയ ആള് വന്നപ്പോ ഞാനിപ്പോ പുറത്തു പോണല്ലേ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്വേതയുടെ ഹസ്ബൻഡ് നോക്കുന്നത് ആപ്പിളിന്റെ അവിടെ ഒരു ആപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി വെച്ചതാണ്. നേരെ പോയി കത്തി എടുത്തിട്ട് ശ്വേതയ്ക്ക് നേരെ കുത്താൻ വേണ്ടി ഓങ്ങാണ്. അപ്പോഴേക്കും ആദർശ് കൈ തടഞ്ഞു നിർത്തുന്നുണ്ട്. കൈ വിടറ എന്നൊക്കെ അയാൾ പറയുമ്പോൾ ആദർശ് തിരിച്ച് അവന്റെ കൈ കൊണ്ട് ആ കത്തി താഴെ ഇടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അനിയും നമ്മുടെ നയനയും കൂടി അത് കണ്ടുകൊണ്ട് വരുന്നത്. മാറി നിൽക്കുക അനി എന്ന് പറഞ്ഞിട്ട് തള്ളി അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് അവര് ജനൽ തുറന്നിട്ട് അതിലൂടെയാണ് ബാക്കി കാര്യങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ആദർശ് ഒരെണ്ണം കരണം നോക്കി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അടി കൊണ്ടതിന്റെ ശേഷം അദ്ദേഹം പറയുന്നത് എന്റെ ഭാര്യന്റെ കൂടെ കണ്ടപടി നടന്നിട്ട് നിന്നെ ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി നിന്നപ്പോ നീ എന്നെ അടിക്കുമല്ലേടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അടിക്കൂടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആദർശ് അടിക്കാണ്. ഇതാണ് നമ്മുടെ നയന കേൾക്കുന്നത്. ഇനി വീണ്ടും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, അടങ്ങി നോതുങ്ങി നടന്നോണം എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാണ്. ഇറങ്ങിപ്പോടാ, ഇനിയും നീ ഇങ്ങോട്ട് വന്നാലെന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങുന്നുണ്ടേ. അപ്പോൾ ആ ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും അനിയും നയനയും കൂടി അവിടുന്ന് മാറി സൈഡിലേക്ക് നിൽക്കുന്നുണ്ടേ. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത് ശ്വേത കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് കരയടി, നന്നായിട്ട് കരയെ, അവന്റെ കൂടെ ചേർന്ന് കരയെ, അത് കാണാനൊക്കെ അവനുണ്ടല്ലോ. നീ എന്താ വിചാരിച്ച ഇവന് കൂടെ ചേർന്നിട്ട് എനിക്കിട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല, നിനക്കുള്ളതും തരുന്നുണ്ട്, നിന്റെ അവനുള്ളതും തരുന്നുണ്ട്, വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ പുറത്തു നിന്നിട്ട് നയന ഭയങ്കര കരച്ചിലാണ്. അനി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ നയനയെ. ഉള്ളില് ശ്വേതയും ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട് സോറി ആദർശ്, നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് നിന്റെ പേര് ചീത്തയായി പോകത്തേ ഉള്ളൂ. ഇത് നിന്റെ വീട്ടിലുള്ള ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയ പ്രശ്നമാകും. ഇതെല്ലാം എന്റെ തലയിലെഴുത്താണ്. ഇവനെ പോലത്തെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടണം എന്നുള്ളതൊക്കെ എന്റെ തലവിധിയാണ്. ആദർശ് പ്ലീസ് ഇവിടുന്ന് പൊക്കോ, ഞാൻ കാരണം ആർക്കും ഒരു നല്ലത് നടക്കില്ല. എന്റെ കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദർശ് നിനക്കും ചീത്തത് മാത്രമേ സംഭവിക്കുള്ളൂ, നീ പോ ആദർശ് ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് കരയാണേ. ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ശ്വേത റിലാക്സ് റിലാക്സ്, കരയാതിരിക്കെ നിക്ക എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വെള്ളം എടുത്ത് കൊണ്ടുവരുവാണേ. എന്നിട്ട് വെള്ളമൊക്കെ കുടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്ക് ശ്വേത, നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് എനിക്ക് എങ്ങനെ പോകാൻ വേണ്ടി കഴിയുക? നോക്ക്, നീ എൻ്റെ ഫ്രണ്ടാണ്. നമുക്കുള്ള സുഖവും ദുഃഖവും എല്ലാം മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നത് പോലെ തന്നെയല്ല, ഫ്രണ്ടിൻ്റെ അടുത്ത് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. നീ ധൈര്യമായിട്ടിരിക്കുക, ഒന്നിനും ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് പുറത്താണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അനി വാ ഏട്ടത്തി വാ നോക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനൽ തുറക്കുന്നത്. അത് കഴിഞ്ഞ് ആദർശ് പറയുന്നത് ഈ കാര്യങ്ങളൊന്നും മനസ്സിലിട്ട് വേദനിപ്പിക്കാതെ, എന്ത് നടന്നു കഴിഞ്ഞാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, നീ ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഷോൾഡറിൽ ഇങ്ങനെ തട്ടുന്നൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്വേതയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ ആദർശ്. അതേസമയം ഇത് കേട്ടിട്ട് നമ്മുടെ നയനയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ഓടിപ്പോയിട്ട് കാറിൽ കയറുകയാണ്. അതിന്റെ പുറകെ തന്നെ അനിയും ചെല്ലുന്നുണ്ട്. തുടർന്ന് ആദർശ് ശ്വേതന്റെ അടുത്ത് പറയുന്നത് ഇങ്ങോട്ട് നോക്ക്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നും തുടരും. നീ എന്റെ ഫ്രണ്ടായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം നിന്നെ ഞാൻ സംരക്ഷിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കും, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനാണെങ്കിൽ പുറത്തുനിന്ന് ഭയങ്കര കരച്ചിലാണ്. എന്താ ഏട്ടത്തി ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടല്ലേ നീ എൻ്റെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്, നിന്റെ അടുത്ത് വരുന്നില്ല എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാണ്. ഏട്ടത്തി വിചാരിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം, പക്ഷേ ഇല്ലെങ്കിൽ പോലും എനിക്കിത് നോർമലായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. എനിക്ക് കുറച്ചു നേരം തനിയായിട്ട് ഇരിക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ വാ എടുത്തി നമുക്ക് ഓഫീസിൽ പോവാ എന്ന് പറയാണേ. ഇല്ല, ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. എന്താ ഏട്ടത്തി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അനി, എനിക്ക് ഓഫീസിൽ വരാൻ പറ്റിയൊരു മൂഡിലല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം തനിയെ ഇരിക്കട്ടെ. ശരി ഏട്ടത്തി, ഏട്ടത്തിക്ക് എന്താ തോന്നുന്നത് അത് തന്നെ ചെയ്യേ, ഞാൻ ഏട്ടത്തിക്ക് ഓട്ടോ പിടിച്ചു തരാം, എന്നിട്ട് ഞാൻ ഓഫീസിലേക്ക് പൊക്കോളാം എന്ന് പറയണം. അങ്ങനെ കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും ഓട്ടോ വരുന്നുണ്ട്. അതിൽ നയനെ കയറ്റി വിടുകയാണ്. ആ സമയത്ത് അനി പറയുന്നുണ്ട് എന്താണെങ്കിലും ഏട്ടത്തി സങ്കടപ്പെടരുത്, എല്ലാം നമുക്ക് ശരിയാക്കാം. ആ സമയത്ത് നയനയുടെ മനസ്സിലൂടെ പോകുന്നത് ആദർശ് ശ്വേതയുടെ അടുത്ത് പറഞ്ഞതാണ്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ അതൊന്നും മനസ്സിലിട്ട് കുഴപ്പിക്കരുത്, എന്താണെങ്കിലും നമുക്ക് ശരിയാക്കാം, നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാകും എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ്. ഏട്ടത്തി ഒരിക്കലും ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അനി പറയുന്നുണ്ട്. അപ്പോൾ നയന ഇങ്ങനെ തലയാട്ടാണ്. എന്നിട്ട് ഓട്ടോയിൽ പോകുന്നുണ്ട്. അങ്ങനെ നയന ഓട്ടോയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്തും നയനയുടെ മനസ്സിൽ ഈ ഒരു കാര്യം മാത്രമാണ് കേട്ടോ, എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്ന ആദർശ് ശ്വേതയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.